ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ 7ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പുരിവായിർ പുതൈന്തു മുന്നം പൊന്മലയെ ചിലയായി കുനുത്തുപൂട്ടി പുരി മൂன்றுமெரித்த പുരാനുമ്പർ തമ്പുരാനൻ പെരുമാൻ പൊതുവായി പുരിയുന്നടന പുവിയർ പുലൈ നായിനേ നമ്പുതിയിത്തിരൈ പോത്തിരിയും ചകന്മാயை ചിക്കിത്തെരിന്തിലൻ അന്തോ ചെമ്മേനിയനേ. പുരിവായിർ പുതൈന്തു മുന്നം പൊന്മലயை ചിലയായി കുനുത്തുപൂട്ടി പുരി മൂன்றுமெரித்த പുരാനുമ്പർ തമ്പിരാൻ എൻ പെരുമാൻ പൊതുവായി പുരിയുന്നടന പുവിയർ പുലൈ നായിനേ നമ്പുതിയിത്തിരൈ പോറ്റിരിയും ചകന്മാயை ചിക്കിത്തെരിന്തിലൻ അന്തോ ചെമ്മേനിയനേ. പുരിവായിൽ പുരിവായി മുപ്പുര കവാടത്തിൽ പുതയിന്ത് മറഞ്ഞു നിന്നുകൊണ്ട് മുന്നം പണ്ട് പൊന്മലയെ മഹാമേരുവിനെ ചിലൈ ആയി വില്ലാക്കി കുനുത്തുപൂട്ടി വളച്ച് അമ്പു തൊടുത്ത് പുരി മൂன்றுം എരിത്ത 3 പുരങ്ങളും ദഹിപ്പിച്ച പിരാൻ പ്രഭു ഈശ്വരൻ ഉമ്പർ തമ്പിരാൻ ദേവന്മാരുടെ ദേവൻ ദേവദേവൻ എൻ പെരുമാൻ എൻ്റെ വലിയവനാകുന്നു, എനിക്ക് വലിയവനാകുന്നു. പൊതുവായി സർവർക്കും അവകാശപ്പെട്ടവനായി പുരിയും അറിയപ്പെടുന്ന നടനപുവിയർ നടനഭൂമിയിൽ പുലൈ നായിനേൻ ഞാൻ തുച്ഛനായ നായയ്ക്ക് തുല്യനാണ്. അമ്പുതിയിൽ ജീവിതക്കടലിൽ തിരൈപൂത്തിരിയും തിരമാലകൾ പോലെ കറങ്ങിത്തിരിയുന്ന ചകന്മാயை ജഗന്മായയിൽ ചിക്കി പെട്ടുടറുന്ന തെരിന്തിലൻ അറിവില്ലാത്തവൻ തെരിന്ത് ഇലൻ അന്തോ ഇതെന്തൊരു മായയാണ് ചെമ്മേനിയനെ അഗ്നി സ്വരൂപനെ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. പണ്ട് ത്രിപുരങ്ങളുടെ കവാടത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് മഹാമേരുവിനെ വില്ലാക്കി അതിൽ അമ്പുതൊടുത്ത് മുപ്പുരങ്ങളെ ചുട്ടരിച്ച പിരാനെ പ്രഭു ദേവദേവ അങ്ങു തന്നെ എനിക്ക് വലിയവൻ. സർവർക്കും അവകാശപ്പെട്ടവനായി ചിദംബരത്തിൽ, അതായത് പൊതുനടന രംഗവേദിയിൽ പ്രപഞ്ചനാടകമാടിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മുന്നിൽ ജഗന്മായയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഈയുള്ളവൻ നിസാരനായ നായയ്ക്ക് സമാനനായി പോയല്ലോ. ജ്ഞാന തേജോമയനായ ഭഗവാനെ ഇതെന്തൊരു മായാവിലാസമാണ്. പുരാണപ്രസിദ്ധമായ ത്രിപുര ദഹന കഥയെ പരാമർശിച്ചുകൊണ്ട് ശിവമായകളുടെ മഹിമ വിചാരം ചെയ്തറിയുന്ന ധ്യാനമന്ത്രമാണ് ഈ പാട്. പുരാണപ്രസിദ്ധനായ താരകാസുരൻ്റെ പുത്രന്മാരായ താരകാക്ഷനും വിദ്യന്മാലിയും കമലാക്ഷനും അമരത്വം നേടിയെടുക്കാനായി ബ്രഹ്മദേവനെ തപസ്സു ചെയ്തു. ലോകനിയതിയിൽ അമരത്വത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവരെ പിന്തിരിപ്പിച്ചു. അങ്ങനെയെങ്കിൽ തങ്ങൾ ആരാലും വധിക്കപ്പെടാതിരിക്കണമെന്നും ഭയരഹിതരായി ദീർഘകാലം ജീവിക്കാനായി ഓരോ പുരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്നും താരകപുത്രന്മാർ അപേക്ഷിച്ചു. അതിൻ പ്രകാരം ബ്രഹ്മാവ് അസുരശില്പിയായ മയാസുരനെ വരുത്തി അവർക്കോരോ മായാപുരങ്ങൾ നിർമ്മിച്ചു നൽകാൻ കൽപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ കൽപ്പന അനുസരിച്ച് മയാസുരൻ അവർക്ക് ഓരോ മായാപുരങ്ങൾ നിർമ്മിച്ചു നൽകി. അവ യഥാക്രമം ഇരുമ്പ്, വെള്ളി, സ്വർണം
എന്നിവയാൽ നിർമ്മിതമായിരുന്നു. ആ പുരങ്ങൾ സദാ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നവയും 1000 സംവത്സരങ്ങൾ കൂടുമ്പോൾ നേർരേഖയിൽ വരത്തക്കവണ്ണം വിധാനം ചെയ്യപ്പെട്ടവയുമായിരുന്നു. ആ 3 പുരങ്ങളും നേർരേഖയിൽ വരുന്ന സമയത്ത് ഒറ്റ ബാണത്താൽ 3 പുരങ്ങളെയും ഒന്നിച്ച് നശിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ മാത്രമേ അവർക്ക് മരണം സംഭവിക്കൂ എന്ന വരവും ബ്രഹ്മദേവൻ താരകപുത്രന്മാർക്കു നൽകി. താരകപുത്രന്മാർ തികഞ്ഞ ശിവഭക്തന്മാർ കൂടിയായിരുന്നതുകൊണ്ട് ബ്രഹ്മാവ് നൽകിയ വരത്തെ ശിവനും അനുകൂലിച്ചു. വരലബ്ധിയിൽ ഉന്മത്തരായി തീർന്ന മുപ്പുരന്മാർ 3 ലോകങ്ങളെയും അവരുടെ അധീനത്തിലാക്കി മതിച്ചു വാഴാൻ തുടങ്ങി. അവരുടെ ശല്യം അസഹ്യമായി തീർന്നപ്പോൾ ദേവന്മാരും ഋഷിമാരും കൂടിയാലോചന നടത്തി ത്രിമൂർത്തികളെ ചെന്ന് കണ്ട് സങ്കടമറിയിച്ചു. ത്രിമൂർത്തികൾ കൂടിയാലോചന നടത്തി മുപ്പുര നിഗ്രഹ ചുമതല ശിവനെ ഏൽപ്പിച്ചു. ശിവൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും സന്നാഹങ്ങൾ ഒരുക്കാൻ വിശ്വകർമാവിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. വിശ്വകർമാവ് ഭൂമിയെ ഒരു രഥമാക്കി ചമച്ചൊരുക്കി സൂര്യചന്ദ്രന്മാരെ രഥങ്ങളാക്കി ഇണക്കിച്ചേർത്തു. ചതുർവേദങ്ങളെ കുതിരകളാക്കി ആ രഥത്തിൽ ഉറപ്പിച്ചു. മഹാമേരുവിനെ വളച്ചു വില്ലാക്കി. വാസുകിയെ ആ വില്ലിൻ്റെ ഞാണാക്കി ബന്ധിച്ചു. വില്ലിൻ്റെ മുകളഗ്രത്തിൽ ഇന്ദ്രനെ കുടിയിരുത്തി. വിഷ്ണു അമ്പായി ഭാവം പകർന്നാലി. ബ്രഹ്മാവ് സാരഥിയുടെ ചുമതല ഏറ്റെടുത്തു. ശിവൻ വില്ലാളിയുമായി. ദേവന്മാരെല്ലാം ഭടന്മാരായി അണിനിരുന്നു. താരകപുത്രന്മാരുടെ മായാപുരങ്ങൾ നേർരേഖയിൽ വരുന്നതും കാത്ത് അവർ ജാഗരൂകരായി നിലയുറപ്പിച്ചു. മുഹൂർത്തം വന്നണഞ്ഞപ്പോൾ ശിവൻ ആഗ്നേയാസ്ത്രം വില്ലിൽ തൊടുത്തു കുലച്ചു. ശിവബാണം ലക്ഷ്യം തെറ്റാതെ 3 പുരങ്ങളെയും ഭസ്മീകരിച്ചു. അതോടെ മുപ്പുരന്മാരുടെ കഥ കഴിഞ്ഞു. ഇതാണ് പുരാണപ്രസിദ്ധമായ മുപ്പുര ദഹനകഥ. ഈ കഥ അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്ത കഥയാണ്. ഇതിലെ താത്വിക രഹസ്യം അനാവരണം ചെയ്തിട്ടുള്ള ഉപനിഷത്താണ് രുദ്രാക്ഷ മാഹാത്മ്യോപനിഷത്ത്. മുപ്പുര ദഹനകഥ നിരൂപണം ചെയ്തറിയാൻ ആ ഉപനിഷത്തിനെ അവലംബമാക്കാവുന്നതാണ്. ഈ കഥയിലെ ത്രിപുരന്മാർ നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന ആസുരീയതയുടെ പ്രതീക ബിംബങ്ങളാണ്. ത്രിപുരങ്ങൾ യഥാക്രമം നിയമനിർമ്മാണം, കാര്യനിർവഹണം, ജുഡീഷ്യറി എന്നീ വ്യവസ്ഥാപിത സംവിധാനങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. സ്വാർത്ഥാധിഷ്ഠിത ലക്ഷ്യസാധൂകരണത്തിനായുള്ള പരക്കം പാച്ചിലിൽപ്പെട്ട് മനുഷ്യ മനസ്സ് കലുഷിതമായി തീരുമ്പോഴുണ്ടാകുന്ന ഋണാത്മകമായ അഥവാ നെഗറ്റീവായ ഊർജം ലോകവാഴ്വിനെ തകിടം മറിക്കുകയും ദുരന്തങ്ങൾ കുമിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ സ്വയമേവ അരങ്ങേറുന്ന നൈസർഗിക മൂല്യനവീകരണ പ്രക്രിയയുടെ വാങ്മയ ചിത്രമാണ് അന്യാപദേശമറയിൽ പൊതിഞ്ഞ് മുപ്പുര ദഹനകഥയിൽ വരഞ്ഞിട്ടിരിക്കുന്നത്. വിശ്വപ്രപഞ്ചത്തിലെ ജഗന്മയ പ്രതിഭാസങ്ങളെല്ലാം ശൈവതത്വാധിഷ്ഠിതമാകുന്നു എന്ന് ധ്യാനയോഗ സാധനയിലൂടെ സാക്ഷാത്കരിച്ചെടുത്ത ഗുരുദേവൻ സ്വന്തം നിസാരതയെ നായയുടെ നിലയോട് ഉപമിച്ചുകൊണ്ട് ലോകമായകളിൽ പെട്ടുപോകാതിരിക്കാനായി ശിവതത്വപ്പൊരുളിൽ അലിഞ്ഞു ചേർന്ന് മുന്നേറുവാനുള്ള ഇച്ഛാശക്തിയാണ് കാവ്യാത്മകമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എപ്രകാരമാണോ വിശ്വസ്തനായ നായയെ യജമാനൻ സംരക്ഷിക്കുന്നത്, അപ്രകാരം ശിവദാസനായ തന്നെ ശിവഭഗവാൻ തന്നെ ശൈവതത്വപ്പൊരുളിൽ വിലയിപ്പിക്കുമാറാകണം എന്ന ഇച്ഛാശക്തിയാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.